ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ചൈനയിലെ പുതിയ ദേശസ്നേഹ വിദ്യാഭ്യാസ നിയമം ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് മേൽ കുരുക്കുമുറുക്കുന്നതായി റിപ്പോർട്ടുകൾ. പുതുക്കിയ നിയമമനുസരിച്ച് സോഷ്യലിസത്തെക്കുറിച്ചുള്ള ഷീ ജിൻപിങ് ചിന്തകൾ മതനേതാക്കന്മാർ പഠിക്കുകയും ചിന്തിക്കുകയും പരിശീലിക്കുകയും വേണം. രാജ്യസ്നേഹം, പാർട്ടിയോടുള്ള സ്നേഹം, സോഷ്യലിസത്തോടുള്ള സ്നേഹം എന്നീ തത്വങ്ങൾ പാലിക്കുക. ദേശസ്നേഹ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ പുതിയ ചൈന ഉണ്ടാകില്ല എന്ന് ആഴത്തിൽ മനസ്സിലാക്കുക. രാജ്യത്തിൻ്റെ മതത്തെ മികച്ച പരമ്പരാഗത ചൈനീസ് സംസ്കാരം കൊണ്ട് നിറയ്ക്കുന്നതിൽ ഉറച്ചു നിൽക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സർക്കാർ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ബുദ്ധ, ധാവോ, ഇസ്ലാമിക് പേട്രിയോട്ടിക് കാത്തലിക് അസോസിയേഷൻ, ത്രീ സെൽഫ് കാത്തലിക് മൂവ്മെന്റ് എന്നിവയുടെ നേതാക്കളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് പുതിയ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മതങ്ങളെക്കാൾ രാഷ്ട്രം വലുതാണെന്നും മതനിയമങ്ങളെക്കാൾ സംസ്ഥാന നിയമം വലുതാണെന്നും മതങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. നിലവിൽ നിയമം മൂലവും അല്ലാതെയും കടുത്ത നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുന്ന ക്രിസ്ത്യാനികൾ കൂടുതൽ നിയന്ത്രണങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരകളാകാൻ വിവാദ നിയമം കാരണമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും മലയാള സാഹിത്യ ലോകത്ത് ക്രൈസ്തവ സാന്നിധ്യവുമായിരുന്ന വിദ്വാൻ ഫാദർ ജോൺ കുന്നപ്പള്ളിയുടെ 30ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആലുവ മംഗലപ്പുഴ സെന്റ് ജോസഫ് പൊന്തിഫിക്കൻ സെമിനാരിയിൽ അനുസ്മരണ സിംപോസിയം സംഘടിപ്പിച്ചു. മലയാള ഭാഷയ്ക്ക് അതുല്യ സംഭാവനകൾ നൽകിയ വിദ്വാൻ ജോൺ കുന്നപ്പള്ളി അച്ഛൻ മംഗലപ്പുഴ സെമിനാരിയുടെ പൂർവ്വ വിദ്യാർത്ഥിയും 47 വർഷങ്ങളോളം മലയാള അധ്യാപകനും പരിശീലകനുമായിരുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻമാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്ത സിംപോസിയത്തിൽ വ്യാകരണത്തിലെ കാർക്കശ്യം പോലെ തന്നെ ജീവിതത്തിലും കുന്നപ്പള്ളി അച്ഛൻ്റെ വിശുദ്ധിയും വിനയവും നിറഞ്ഞു നിന്നിരുന്നുവെന്നും കേരള ക്രൈസ്തവ സമൂഹത്തിന് അഭിമാനപാത്രമായി സാഹിത്യലോകത്ത് അദ്ദേഹം നിലകൊള്ളുന്നുവെന്നും ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. തീവ്ര ഹിന്ദുത്വവാദികളുടെ ആക്രമണത്തെ തുടർന്ന് ഛത്തീസ്ഗഡിലെ 3 ക്രൈസ്തവ ആരാധനാലയങ്ങൾ അടച്ചതായി റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ അംഡി ഗ്രാമത്തിലാണ് വ്യാജ മതപരിവർത്തനം ആരോപിച്ച് ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത്. പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അതിക്രമിച്ചു കയറിയ സംഘം ആരാധനാലയത്തിന് കേടുപാടുകൾ വരുത്തുകയും കൊള്ളയടിക്കുകയും വിശ്വാസികളെ മർദ്ദിക്കുകയും ചെയ്തു. ഇനിയും ഇവിടെ പ്രാർത്ഥന നടത്തിയാൽ കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന ഭീഷണിയെ തുടർന്നാണ് ആരാധനാലയങ്ങൾ അടച്ചിട്ടിരിക്കുന്നത്. പരാതി നൽകിയെങ്കിലും ആക്രമികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചതായാണ് വിവരം. മലബാറിലെ പ്രഥമ രൂപതയായ കോഴിക്കോട് രൂപതയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് നിർധനരായ കുട്ടികൾക്ക് 48.26 ലക്ഷം രൂപയുടെ ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. കോഴിക്കോട് രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ജീവനയുടെയും എരഞ്ഞിപ്പാലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശാന്തി IRCAയുടെയും ബാംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി അസോസിയേഷൻ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. സുഡാനിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസി കൊല്ലപ്പെട്ടു. കാർബിനോബ്ല എന്ന വ്യക്തിയാണ് സുഡാനീസ് ക്രിസ്ത്യൻ അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാർട്ടൂമിനു തെക്കുകിഴക്ക് 85 മൈൽ അകലെയായി നടത്തിയ ആക്രമണത്തിൽ ഒരു ദേവാലയ കെട്ടിടത്തിനും ആക്രമികൾ തീയിട്ടു. ഏപ്രിൽ 15 മുതൽ സുഡാനീസ് സായുധ സേനയുമായി പോരാടുന്ന RSFിലെ ഉദ്യോഗസ്ഥർ ഭീകരർ നഗരം പിടിച്ചെടുത്തതിനെ തുടർന്ന് നഗരത്തിൽ വ്യാപകമായി ആക്രമണം നടത്തിയിരുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.